കേൾക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. സങ്കീർത്തനത്തിൽ നിന്നല്ല ഞാൻ സംസാരിക്കുവാൻ പോകുന്നത്. ഓൾറെഡി സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. എങ്കിലും ഒരു പദം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് ആ സങ്കീർത്തനം വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സങ്കീർത്തനങ്ങൾ നമുക്ക് സാധാരണ വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മലയാളം സർവീസിന് സങ്കീർത്തനങ്ങൾ വായിക്കുന്നതിൻ്റെ ഒരു കാരണം, എനിക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നതിൻ്റെ ഒരു കാരണം, എൻ്റെ കാരണം ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ പല കാരണങ്ങൾ കാണും. ഒരു കാരണം, ഈ സങ്കീർത്തനത്തിലെ എഴുതിയ സങ്കീർത്തനക്കാരൻ അവർ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രായോഗികമായ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് വളരെ തുലനം ചെയ്യുവാനും ബന്ധപ്പെട്ട് കിടക്കുവാനും ചെയ്യുന്ന കാര്യങ്ങളാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ നമ്മൾ നോക്കുമ്പോൾ അനേക വിശ്വാസ വീരന്മാരെ കുറിച്ച്, അഭിഷിക്തന്മാരെ കുറിച്ച്, പിതാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവരൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇവരൊരു വലിയ സംഭവമാണെന്നൊക്കെ ചില സമയങ്ങളിൽ ഇങ്ങനെ സന്ദേശിക്കാറുണ്ട്. പക്ഷേ ഇവരെല്ലാം ജീവിതത്തിന്റെ വ്യക്തിപരമായ ഇമോഷൻസ് ഉണ്ടായിരുന്ന, വ്യക്തിപരമായ വികാരങ്ങൾ ഉണ്ടായിരുന്ന, ജീവിതത്തിന്റെ ഹൈറ്റ്സ് ആൻഡ് ദ ലോസ് ഉണ്ടായിരുന്ന, പ്രാർത്ഥനയുടെ മലകൾ കയറുന്നവരും അതിനുശേഷം ചില സമയങ്ങൾ കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് വരുന്നവരും ഒക്കെ ആയിരുന്നു. ജീവിതത്തിന്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളിലും ഉള്ളവരായിരുന്നു. സ്തോത്രം. പുസ്തകത്തിൽ കാണുന്ന എല്ലാ വിശുദ്ധന്മാരും, എല്ലാ വീരന്മാരും. കർത്തദാസൻ സോബിന് കഴിഞ്ഞ 100 ദിവസമായിട്ട് തനിക്ക് ജോലിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയങ്ങളിൽ താൻ എന്നോട് പറഞ്ഞൊരു പദം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. ഇന്ന് രാവിലെയും താൻ അതൊന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇത്രയും ദിവസമായിട്ട് കർത്താവിനോട് ഞാൻ ചോദിച്ചില്ല, വായ് എന്ന് ചോദിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല. അതിന് താൻ പറഞ്ഞൊരു മറുപടി ഇതാണ്: യോസേഫ് തൻ്റെ 17 വർഷത്തെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും ദൈവത്തോട് ഒരു വൈ ക്വസ്റ്റ്യൻ താൻ ചോദിച്ചില്ല. അങ്ങനെ ഞാനും ചോദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതൊരു വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു തലമാണ്. There is no why questions. But at the same time, ഇന്ന് രാവിലെ ഞാനിങ്ങനെ പല ചിന്തകൾ എൻ്റെ മുൻപിൽ വന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവിനോട് വൈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അനുവാദം ഉണ്ടോ? Sometimes we also go through some challenging experience in our personal life. ആ സമയങ്ങളിൽ വൈ ക്വസ്റ്റ്യൻസിന് നമുക്ക് അനുവാദം ഉണ്ടോ? അല്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് നമ്മുടെ ഫ്രസ്ട്രേഷൻസ്, നമ്മുടെ ആങ്കർ, നമ്മുടെ വികാരങ്ങൾ ദൈവത്തോട് പറയാനുള്ള അനുവാദം നമുക്കുണ്ടോ? പ്രവീണേ, പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? സ്തോത്രം. ഇതൊരു ചോദ്യമായിട്ട് ഇന്ന് രാവിലെ നിൽക്കട്ടെ. എല്ലാവരും അതൊരു ചോദ്യമായിട്ട് നിൽക്കട്ടെ. എന്നാൽ ഈ ചോദ്യത്തിന്റെ മറുപടി എന്ന വണ്ണം ഞാൻ ഈ സങ്കീർത്തനങ്ങളാണ് എന്നെ അതിന് സഹായിച്ചത്. ഇപ്പോൾ ഈ 13-ാം സങ്കീർത്തനം തന്നെ ഉദാഹരണത്തിന് 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്: ഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ഒരു ചോദ്യമാണത്. എത്രത്തോളം നീ എന്നെ മറന്നു കളയും. അതൊരു പോസിറ്റീവ് ചോദ്യമല്ല, ഒരു നെഗറ്റീവ് ചോദ്യം. ദാറ്റ് മീൻസ് ഒരു ചോദ്യമാണ്. അതൊരു ഫ്രസ്ട്രേഷന്റെ ചോദ്യമാണ്. അതൊരു നിരാശയിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ജീവിതത്തിന്റെ നിരാശ വരുമ്പോൾ ദൈവത്തോട് ചോദ്യം ചോദിക്കാനുള്ള അനുവാദം എല്ലാവർക്കും ഉണ്ട്. കർത്താവ് തന്നെ കാൽവറി ക്രൂശിൽ 22-ാമത്തെ സങ്കീർത്തനത്തിൽ താൻ ക്രൂശിൽ കിടക്കുമ്പോൾ പിതാവിനോട് ചോദിക്കുകയാണ്, മൈ ഗാഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ? നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. അതൊരു നിരാശയുടെ ചോദ്യമായിരുന്നു. നീ എന്നെ കൈവിട്ടല്ലോ എന്ന ഒരു നിരാശയുടെ ചോദ്യമാണ്. അപ്പോൾ ജീവിത സമ്മർദ്ദം വരുമ്പോൾ നമ്മൾ സാധാരണ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. സാധാരണ നമ്മൾ ജീവിതത്തിന്റെ സമ്മർദ്ദം വരുമ്പോൾ ദേഷ്യപ്പെടുന്ന ആരോടാണ് ദേഷ്യപ്പെടുന്നത്? ഭാര്യയോട്, ഭർത്താവിനോട്, സ്നേഹിക്കുന്നവരോട്. പ്രൈസ് പറഞ്ഞു, സ്നേഹിക്കുന്നവരോടാണ് നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടുന്നത്. സോ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നാം സ്നേഹിക്കുന്ന വളരെ ക്ലോസസ്റ്റ് ആയവരോട് നാം ചിലപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആ ചോദ്യത്തിന് തന്നെ ഞാൻ ഒരു മറുപടി പറഞ്ഞു തുടങ്ങാം. God is big enough
to handle your frustration and your anger. രാവിലെ കർത്താവ് എനിക്ക് തന്ന ഒരു മറുപടിയാണ്, God is big enough to handle your frustration and your anger. Praise the Lord. ദൈവത്തോട് ചോദിക്കുന്നത് കൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഒത്തിരി ഭയങ്കര മതപരമായിട്ട് അത് തെറ്റാണ് അങ്ങനെയൊന്നുമില്ല. God is big enough. നമുക്ക് ഇതുവരെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ്. God is big enough to handle your frustrations. സ്തോത്രം. പുതിയ നിയമത്തിലെ ഒരു അതിനോട് ബന്ധപ്പെട്ട ഒരു കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ചില നിമിഷങ്ങൾ. അത് മറ്റാരുമല്ല, പുതിയ നിയമത്തിൽ കർത്താവിനോട് ദേഷ്യപ്പെട്ട രണ്ട് സഹോദരിമാർ. നമുക്കറിയാവുന്ന ഒരു പരിചിതമായ അനുഭവമാണ്, പല പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. എങ്കിലും ആ സഹോദരിമാരെ ഒന്നുകൂടെ ഇന്ന് രാവിലെ ചില നിമിഷങ്ങൾ, എൻ്റെ മുമ്പിലാകെ 15 മിനിറ്റുകളേ ഉള്ളൂ. അപ്പം ആ നിമിഷത്തിന് തന്നെ നിന്നുകൊണ്ട് ആ പദം ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ആ കഥ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, മറ്റാരുമല്ല, അത് മാർത്തയും മറിയയുടെ കഥയാണ്. മാർത്തയും മറിയയും അവർക്ക് സംഭവിച്ചത്, അവരുടെ സഹോദരൻ ദീനമായി, ലാസർ ദീനമായ ഒരു പ്രത്യേകമായ സന്ദർഭം. ദീനമായപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവർ ദീനമായപ്പോൾ അവർ ആളയിച്ചു, കർത്താവേ നിനക്ക് പ്രിയമായവൻ ദീനമായി കിടക്കുന്നുവെന്ന് ആളയിച്ചു. എന്നാൽ വേഴ്സ് നമ്പർ 6, 6-ാമത്തെ വാക്യം നോക്കിക്കേ. എന്നിട്ടും വായിച്ചോ. താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. എന്നിട്ടും ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. Praise the Lord. Praise the Lord. Praise the Lord. ഇത് കാരണം ഇപ്പോൾ ലാസർ മരിച്ചു, 4 ദിവസമായി, നാറ്റം വെച്ചു. ഈ സമയത്ത് കർത്താവ് അവിടെ വീണ്ടും ബഥാനിയിൽ ചെല്ലുകയാണ്. വേഴ്സ് നമ്പർ 21-ൽ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ മാർത്ത കർത്താവിനോട് പറയുന്ന ഒരു പദം, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കർത്താവിനോട് പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ വേഴ്സ് നമ്പർ 20 നോക്കിക്കേ. വേഴ്സ് നമ്പർ 20 അതൊന്ന് വായിച്ചേ. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയോ വീട്ടിലിരുന്നു. നോക്കിക്കേ, യേശു വരുന്നെന്ന് അറിഞ്ഞിട്ട് മാർത്ത അവനെ എതിരേറ്റു, എന്നാൽ മറിയോ അവൻ വീട്ടിലിരുന്നു. ദാറ്റ് മീൻസ് അവള് പിണങ്ങിയിരിക്കുക. കർത്താവ് ഈ പ്രാവശ്യം വന്നിട്ട് സാധാരണ കാൽക്കലിരിക്കുന്ന മറിയ ഈ പ്രാവശ്യം കാൽക്കൽ പോയിട്ട് വീട്ടിലിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മറിയയ്ക്ക് ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ എല്ലാ മറിയന്മാർക്കും ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്. എല്ലാരും തികഞ്ഞവരൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ ഈ കാൽക്കൽ ഇങ്ങനെ ഇരുന്ന് കാര്യം മറിയയ്ക്ക് ദേഷ്യപ്പെടാൻ ഒരു 3 കാരണം ഞാൻ കണ്ടെത്തി. ആ കാരണം ഞാൻ വേഗത്തിൽ പറയാം. 3 കാരണം മറിയയ്ക്ക് ഇവിടെ ദേഷ്യപ്പെടാനുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ വീട്, ഒന്നാമത്തെ കാരണം, ഈ വീടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ബഥാനിയയിലെ ഏറ്റവും കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി വരുന്ന ഒരു വീടാണ്. മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കർത്താവ് കഴിക്കാറുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലേ? 10-ാം അധ്യായത്തിൽ ചെറിയ ഭക്ഷണമൊന്നുമല്ല, നമ്മൾ ചെറിയ ഭക്ഷണമൊന്നുമല്ല. കാര്യം ഈ മറിയ അവിടെ ഇരിക്കുമ്പോഴത്തേനും മാർത്ത ഉണ്ടാക്കി അവളങ്ങ് ക്ഷീണിച്ചെന്നേ. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ എൻ്റെ സഹോദരി എന്നെ സഹായിക്കുന്നില്ലെന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ചെറിയ 1-2 ഒരു അച്ചാറും ഒരു മീൻകറിയും ഒരു മോരും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് കാര്യമായിട്ട് ഉണ്ടാക്കി. അപ്പൊ ഇത്രയും കാര്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയാണ്, നീ അവൾ എന്നെ ഒട്ടും തന്നെ ഒരു സവോള എരിയാൻ പോലും സഹായിച്ചിട്ടില്ല. അപ്പൊ അത്രയും ഇവളങ്ങ് വൈഷമ്യപ്പെട്ടു. അപ്പൊ നല്ല കാര്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു വീടാ. ഇനി മാർത്തയുടെ കാര്യം അങ്ങനെ പോട്ടെ. ഇനി മറിയയുടെ കാര്യം 12-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ കാണാൻ കഴിയുന്നു. മറിയ
അവിടെ വീണ്ടും അത്താഴത്തിനുണ്ടായിരുന്നു. ഇല്ല, സോറി, കർത്താവ് വീണ്ടും അത്താഴത്തിന് വന്നു. ലാസർ ഇപ്പൊ പന്തിയിൽ ഇരിപ്പുണ്ട്. അടുത്ത അപ്പോൾ അവിടെ മറിയ അവിടെ ഒരു സ്വച്ഛ ജഡമാംസ തൈലം പൊട്ടിച്ച്, വളരെ വില കൂടിയ ഒരു അലബാസ്റ്റർ ഓയിൽ പൊട്ടിച്ച് കർത്താവിന്റെ കാൽക്കൽ ഒഴിച്ച് തന്റെ മുടി കൊണ്ട് കർത്താവിന്റെ കാല് കഴുകുകയാണ്. മറിയുടെ അടുത്തൊരു ഹൈലൈറ്റ്. അപ്പൊ മറിയ അത്രമാത്രം സ്നേഹിക്കുക കർത്താവിനെ. അപ്പം സ്നേഹിക്കുന്നൊരു മറിയ, സ്നേഹിക്കുന്നൊരു മാർത്ത, മാത്രമല്ല ഇവിടെ കടന്നു നിനക്ക് പ്രിയനായ ലാസർ. അപ്പോൾ ഇപ്പൊ കർത്താവിന് വളരെ പ്രിയമായ ഭവനമായത്. അപ്പോൾ ഇവർ 3 പേരും കർത്താവിന് വളരെ പ്രിയപ്പെട്ടവരാണ്. കർത്താവിനെ വളരെയധികം കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരാണ്, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവരാണ്, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി കൈ അയച്ച് സഹായിക്കുന്നവരാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നാൽ കർത്താവ് പെട്ടെന്ന് ഇടപെടുമെന്ന് ഇവർ ചിന്തിച്ചു. എന്നാൽ ഈ കർത്താവ് ഇടപെട്ടില്ല. ഇത് നമ്പർ 1 ഫസ്റ്റ് റീസൺ. ഇവർ ആങ്കറിന്റെ ഒന്നാമത്തെ റീസൺ, സ്തോത്രം, ഇവരുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ ഒന്നാമത് ഇടപെടാൻ പോകുന്ന കർത്താവാണെന്ന് ഇവർക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. പക്ഷെ ആ ഉറപ്പ് തെറ്റി. ഒന്നാമത്തെ കാരണം ഇവർ ദേഷ്യത്തിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം വേഴ്സ് നമ്പർ 21 മാർത്ത തന്നെ പറയുന്ന ഒരു പദം എന്താ പറഞ്ഞത്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. ഇനിയും മറിയ പറയുന്ന ഒരു പദം കൂടി ഉണ്ട്. 32ാമത്തെ വാക്യം നോക്കിക്കേ. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. 2 പേരും പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുക. ദാറ്റ് മീൻസ് മാർത്തയ്ക്കും മറിയയ്ക്കും കർത്താവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്, നല്ല ഉറപ്പുള്ളവരാ, നല്ല വിശ്വാസമുള്ളവരാ. കർത്താവ് ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വിഷയത്തിന് പരിഹാരമാണ്. അവിശ്വാസത്തിന്റെ ഒരു കണിക പോലും അവരുടെ ജീവിതത്തിലില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നം വന്നെങ്കിലും അവർക്ക് നല്ല ബോധ്യമായിരുന്നു, 100% ബോധ്യമായിരുന്നു, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരന് ദീനം വന്നു, പക്ഷേ പുള്ളി മരിക്കത്തില്ലായിരുന്നു. കാര്യം ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസം അങ്ങില്ല, നല്ല ഉറപ്പുള്ള വിശ്വാസം. ഈ വിശ്വാസം ശിഷ്യന്മാർക്ക് പലപ്പോഴും ഇല്ലായിരുന്നു. അതറിയാമോ? 3.5 വർഷം കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പലപ്പോഴും ഇല്ലായിരുന്നു. ഞാൻ 1-2 അനുഭവങ്ങൾ പറയണമെന്ന് എൻ്റെ മനസ്സിൽ വന്നായിരുന്നു. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ, എടുക്കണ്ട, ഞാനങ്ങ് പറയാം. ഇപ്പം അവിടെയും കർത്താവ് ഒരു പുരുഷാരത്തെ കണ്ടു, മനസ്സലിഞ്ഞു. ഇപ്പം കർത്താവിന്റെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് അവരോട് പറയുകയാണ് ഇവർക്ക് വല്ലതും കൊടുക്കാൻ. അപ്പോൾ അവർ പറയുകയാണ്, ഇത് നിർജ്ജന പ്രദേശമാണ്, ഇവിടെ ഒന്നും കൊടുക്കാനില്ല. എന്നാൽ 15-ാം അധ്യായത്തിൽ ഓൾറെഡി ഇവരുടെ മുൻപിൽ 5,000 പോഷിപ്പിച്ച കഥ ഇവരുടെ മുമ്പിൽ തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത 14 കഴിഞ്ഞ് 15-ാം അധ്യായം വന്നപ്പോഴത്തേന്, ഒറ്റ അധ്യായം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല 15-ാം അധ്യായത്തിൽ നിങ്ങൾ ആ പാരഗ്രാഫ് നോക്കുമ്പോൾ യേശു കുരുടനെ സൗഖ്യമാക്കി, രോഗിയെ സൗഖ്യമാക്കി, അന്ധനെ സൗഖ്യമാക്കി, ഭയങ്കര ഒരു ഹീലിംഗിന്റെ ഒരു നീണ്ട ലിസ്റ്റ് 15-ാം അധ്യായത്തിൽ ആ പാരഗ്രാഫിൽ കിടപ്പുണ്ട്. എന്നിട്ടും കർത്താവ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ വല്ലതും കൊടുക്കാൻ പറഞ്ഞപ്പം നിർജ്ജന സ്ഥലം ഇത് ഇവിടെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ കൈ കഴുകുക. ദാറ്റ് മീൻസ് ഇപ്പോഴും ഇത്ര അത്ഭുതത്തിന്റെ നടുവിൽ നിന്നിട്ടും ഇവർക്ക് കർത്താവിന് വിശ്വാസമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ പത്രോസ് തന്നെ, പത്രോസ് ആണല്ലോ ഈ പ്രധാനപ്പെട്ട പുള്ളി. പത്രോസ് ചെയ്യുമ്പോൾ കർത്താവ് രാത്രിയിൽ ഇവര് 4-ാം യാമത്തിൽ ഇങ്ങനെ പോയപ്പോൾ പടകൊക്കെ വലഞ്ഞ് കഷ്ടപ്പെട്ട് ഇപ്പൊ മുങ്ങുമോനായപ്പോൾ കർത്താവ് അങ്ങ് വന്നു, വെള്ളത്തിൽ കൂടെ നടന്ന്. അവർ ആദ്യ ഭൂതമാണെന്ന് ഓർത്തു, പിന്നെ മനസ്സിലായി കർത്താവാണെന്ന്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പത്രോസ് പറഞ്ഞു, എനിക്കും കൂടെ ഒന്ന്, നമ്മളെ പോലെ ഇടയ്ക്ക് എനിക്ക് കൂടെ ഒന്ന് വെള്ളത്തിൽ കൂടെ നടക്കും. ഞാൻ വെള്ളത്തിൽ കൂടെ നീന്തിയിട്ടേ ഉള്ളൂ, വെള്ളത്തിന് മീതെ ഞാൻ നീന്തിയിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇതുവരെ നടന്നിട്ടില്ല.
കാരണം എനിക്ക് നീന്താൻ അറിയാം, പക്ഷെ എനിക്ക് ഇതുവരെ നടക്കാൻ അറിയത്തില്ല. ഒന്ന് നടക്കണം. അങ്ങനെ പത്രോസ് വെള്ളത്തിൽ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കാറ്റും കോളും ഈ തിരമാലയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടപ്പോഴത്തേന് പുള്ളിയുടെ ഉള്ള ഫുള്ള് പവറും പോയി, എനർജിയും പോയി. പുള്ളി താഴോട്ട് പോയി, വെള്ളത്തിന് താഴത്തി കീഴോട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് 3.5 വർഷം നടന്ന ശിഷ്യന്മാർക്ക് ഇപ്പോഴും കർത്താവിൽ ഉറപ്പില്ല. എന്നാൽ അതേ സമയത്ത് മാർത്തയ്ക്കും മറിയ ഭയങ്കര ബോധ്യ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 100% ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ല, ഉറപ്പാ. ഇത്രയും വിശ്വാസമുള്ള സഹോദരിമാർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാതെ വന്നപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ വന്നു. Praise the Lord. സ്തോത്രം. മാത്രമല്ല ഒരു കാരണം കൂടെ ഉണ്ട്. 5 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ. ഒരു കാരണം കൂടെ. 37ാമത്തെ വാക്യം വായിച്ചേ മോളെ. ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിയില്ലയോ എന്ന് പറഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട കാരണം. ഇവർക്ക് ദേഷ്യം വരാനുണ്ടായ ഒരു 3ാമത്തെ കാരണം, ഓൾറെഡി ഇവർ വലിയ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. പക്ഷെ ഈ ഫ്രസ്ട്രേഷൻ എങ്ങനെ ഈ മുറിവിൽ കൊണ്ടുവന്ന് മുളക് പുരട്ടുന്ന പാർട്ടികളുണ്ട്. ഇവർ യഹൂദന്മാർ തൊട്ടടുത്തിരുന്നു. ഇവന്മാര് ഒരിക്കൽ പോലും കർത്താവിന്റെ അത്ഭുതത്തിൽ വിശ്വസിച്ച പാർട്ടികളല്ല, എങ്ങനെയും കർത്താവിനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നവന്മാര്. പക്ഷേ ഇവന്മാർ ഈ സമയത്ത് കൃത്യമായിട്ട് വന്ന് പറഞ്ഞ് ഇവൻ പല ഗുരുടന്മാരെയൊക്കെ സൗഖ്യമാക്കിയിട്ടാണ്. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം വന്നപ്പോ പുള്ളിക്ക് സൗഖ്യമാക്കണ്ടേ? ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുക. ഇങ്ങനെ ചോദ്യങ്ങളുമായിട്ട് വരുന്ന പല പൈശാചിക മേഖലകളുണ്ട് കേട്ടോ. ആത്മാവ് ജയിച്ചോണോ? ഈ സമയത്തെ വരത്തുള്ളൂ. അത് പ്രശ്നത്തിൽ എല്ലാം നന്നായിട്ട് പോകുമ്പോഴൊന്നും വരത്തില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള മേഖലയൊക്കെ വന്ന് ചോദ്യമായിട്ട് വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാരണം. പിന്നെ ഒരു 4ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് നമുക്കെല്ലാവർക്കും ഇതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു കാരണം എനിക്ക് കൂടുതലായിട്ട് തോന്നിയത്, ഇവര് കർത്താവിനെ അറിയേണ്ടതുപോലെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇവർക്ക് ഇതുവരെ അറിയാവുന്ന ഒരു വെളിപ്പാടെന്ന് ചോദിച്ചാൽ രോഗസൗഖ്യമാണ്. കുരുടനെ സൗഖ്യമാക്കിയതും, അല്ലെങ്കിൽ ബദിരനെ സൗഖ്യമാക്കിയതും, രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയതും, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും, ഇതുവരെയുള്ള ആ ഒരു മിറക്കിൾസ്, ആ ഒരു സ്റ്റാറ്റസ് ഓഫ് മിറക്കിളിനകത്ത് ഇവർ നിൽക്കുന്നത്. അടുത്തൊരു ലെവലിലോട്ട് ഇതുവരെ കയറിയിട്ടില്ല. ഇതുവരെ മരിച്ചവരെ ഉയർപ്പിച്ചവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ഇതുവരെ കർത്താവിന് വേണ്ടതുപോലെ കർത്താവിന്റെ സോവറിനിറ്റി ഇവർ അറിഞ്ഞിട്ടില്ല. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ഇതിന്റെ തിയോളജിക്കൽ ആൻസർ ഇതാണ്: they did not understand the sovereignty of God. പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓർക്കുന്ന കർത്താവ് നമ്മെ പോലെ ചിന്തിക്കുന്നുണ്ടെന്നും കർത്താവ് നമ്മളെ പോലെ ഒരാളാണെന്ന് ഓർത്ത് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ ഇതുവരെ മനസ്സിലായിട്ടില്ല കർത്താവാണ്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. Is God and we are just a creatures. Praise the Lord. Human beings. അവർ സൃഷ്ടാവിന് എങ്ങനെയും സൃഷ്ടിയെ സൃഷ്ടിക്കാൻ പറ്റും. കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിനെ മാനപാത്രമാക്കണോ ഹീനപാത്രമാക്കണോ എന്നോ സൃഷ്ടാവിന്റെ ഉടമസ്ഥയിൽപ്പെട്ട കാര്യം. അത് സൃഷ്ടാവിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് സോവറിനിറ്റി. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളും ഇങ്ങനെയാണ്. നമ്മൾ ഓർക്കുന്നത് പ്രശ്നം വരുമ്പോഴത്തേന് ഞങ്ങൾ പ്രാർത്ഥിക്കും, അമ്മേ സ്തോത്രം സ്തോത്രം, പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഉപവസിച്ചു, ആരാധിച്ചു, വിടുതൽ ഏറ്റെടുത്തു, അല്ലേ? ഇത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മാജിക് വാൻഡ് നമ്മുടെ കയ്യിലിരിക്കുന്ന പോക്കറ്റിലിരിക്കുന്ന കർത്താവ് അങ്ങോട്ട് വെളിപ്പെടും, നമുക്ക് വേണ്ടി ചെങ്കടൽ വിഭജിക്കപ്പെടും, വിടുതൽ. ആമേൻ. ഇത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ സോവറിനിറ്റി അതിനേക്കാളും മേളിലെ കിടക്കുന്നു. യശയ്യാപ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ,
നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും ഉയർന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് ഇപ്പം പോകുന്ന പ്രശ്നവും എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. അത് കർത്താവിനെ നമ്മൾ പഠിപ്പിക്കാൻ നിൽക്കേണ്ട, കർത്താവിനറിയാം. ആ കർത്താവിന് അറിയാമെന്ന് നമ്മൾ അതിനെ അംഗീകരിക്കുന്നതിന്റെ പേരാണ് ഫെയ്ത്ത്. ഇന്നലെ രാത്രിയിലും അതാ പറഞ്ഞേ, ഇന്ന് രാവിലെയും പ്രിയ സീസണിൽ കൂടി അതാ പറഞ്ഞേ, ഇന്നിപ്പോ ഞാനും അതാ പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് കമ്പുടയ്ക്കുന്ന ഫെയ്ത്ത്, അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥ ഫെയ്ത്ത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന് അറിയാമെന്നുള്ളത് മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതാ യഥാർത്ഥ വിശ്വാസം. Praise the Lord. Praise the Lord. Praise the Lord. യോബിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ 42-ാമത്തെ അധ്യായത്തിൽ ലാസർ യോബ് പറയുന്ന ഒരു പദമുണ്ട്. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും നിനക്ക് സകലവും കഴിയുമെന്നും ഞാൻ അറിയുന്നു. അപ്പോൾ 42 അധ്യായങ്ങൾ യോബ് അറിഞ്ഞില്ല പ്രതികൂലത്തിലൂടെ പോയപ്പോൾ. പക്ഷെ ലാസ്റ്റ് ചാപ്റ്റർ എഴുതിയപ്പോൾ യോബ് പറയുകയാണ്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമായിരുന്നില്ലെന്നും നിനക്ക് സകലവും കഴിയുമെന്നും ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ പ്രതികൂലത്തിലൂടെ നിന്നെ ദൈവം എന്തിനെ കടത്തിവിട്ടെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സോവറിനിറ്റിയുടെ പ്ലാനിലേക്ക് ദൈവം നിന്നെ വലിച്ചെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നിന്റെ മേലുള്ളൊരു പദ്ധതിയുടെ കുശവൻ കളിമണ്ണിന് മേൽ സ്തോത്രം വീണ്ടും പണിയുന്നത് പോലെ ദൈവത്തിന്റെ പണി നിന്റെ മേൽ വെളിപ്പെടുത്തുന്ന ഒരു ടൈം പീരീഡ് ആണ് നിന്റെ ചലഞ്ച് എന്ന് പറയുന്നത്. Praise the Lord. Praise the Lord. Praise the Lord. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 25-26 വാക്യങ്ങളാണ് ആ പുസ്തകത്തിന്റെ യഥാർത്ഥമായ ക്രക്സ് കിടക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി ഹൗ ഗോഡ് ഈസ് ഗോയിങ് ടു ഇന്റർവീൻ ഓൺ ദെയർ സിറ്റുവേഷൻ ഒന്നും അവർക്ക് അറിയത്തില്ല, നമുക്കറിയത്തില്ല ഇപ്പം. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര ബോധ്യം വേണം. 25-26 വായിച്ച മോളെ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്താ മാർത്തയോട് ചോദിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരു ബോധ്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? കർത്താവ് പറയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഐ ആം ദ ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. അത് നിനക്കിന്ന് ഉറപ്പുണ്ടോ? എന്നിട്ട് അടുത്ത് പറയാണ്, ഞാൻ ദൈവപുത്രനാണ്, നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ദൈവപുത്രനാണ്, നീ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ആ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഇന്ന് രാവിലെയും പണിതുകൊണ്ടിരിക്കുക. ഞാനിവിടെ അവസാനിപ്പിക്കുക. മ്യൂസിക് ടീം ഫ്രണ്ടിൽ കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. എങ്കിലും ഇന്ന് രാവിലെ സ്തോത്ര വചനത്തിന്റെ കാമ്പ് നിങ്ങൾക്ക് ഇന്ന് രാവിലെ മനസ്സിലാകുന്നത് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രത്തോടെ ഇന്ന് രാവിലെ ചില നിമിഷങ്ങൾ കൂടെ അത്തരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തോത്രം പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ കർത്താവ് എങ്ങനെയാ പ്രശ്നം പരിഹരിക്കുന്നത് എനിക്കറിയത്തില്ല. But I know one thing, you are my life and resurrection. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞവനിൽ ഇന്ന് രാവിലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. Because you are my life, you are my life and you are my resurrection. നീയാണ് പുനരുത്ഥാനവും നീയാണ് ജീവനും. You are my alpha, you are my omega, you are my beginning, you are my end. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നീ ദൈവപുത്രനെന്ന് ഇന്ന് രാവിലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീ ദൈവമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയുടെ മകനെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങയുടെ പദ്ധതി എന്നിൽ പൂർത്തീകരിക്കുമെന്ന് ഞാൻ ഇന്ന് രാവിലെ ഉറച്ചു വിശ്വസിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെ ഉറച്ച് ഇന്ന് രാവിലെ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്?